ഇത് തിരുവനന്തപുരം സ്വദേശിനിയായ ഗീത. അക്രൈസ്തവ പാരമ്പര്യത്തിൽ കർണാടകയിൽ ജനിച്ച് കാസർഗോഡ് വളർന്ന ഗീത ഒടുവിൽ കൊല്ലംകാരിയായി. ജീവിത പ്രതിസന്ധികൾക്ക് നടുവിൽ ആത്മഹത്യയ്ക്ക് പോലും തുനിഞ്ഞ കുടുംബാന്തരീക്ഷത്തിലേക്ക് യേശു കടന്നുവന്ന അനുഭവം. കണ്ണീർ നനവുള്ള രാപ്പകലുകൾക്ക് വിരാമമിട്ട് സ്നേഹത്തിൻ്റെ സുവിശേഷം ഗീതയുടെ ജീവിതം മാറ്റിമറിച്ചു. ഇല്ലായ്മകളുടെ നടുവിൽ അനുഭവിച്ചറിഞ്ഞ ദൈവിക കരുതലിൻ്റെ സാക്ഷ്യം. ഞാൻ ജനിച്ചത് കർണാടകയിലാണ്, വളർന്നത് കാസർഗോഡിലാണ്. എൻ്റെ 10ാം വയസ്സിലാണ് ഞങ്ങൾ കാസർഗോഡിൽ നിന്ന് കുടുംബമായിട്ട് കൊല്ലത്തേക്ക് താമസം വരുന്നത്. അവിടുന്ന് കൊല്ലത്തുനിന്ന് നമ്മൾ വന്നപ്പോഴത്തേക്കും എന്താണ് മുന്നോട്ടുള്ള ജീവിതമെന്നോ ഒന്നും അറിയത്തില്ല. ആ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് കടന്നു വന്നത്. കൊല്ലത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബന്ധുക്കളും ചാർച്ചക്കാരും അങ്ങനെ ശരിക്കും ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. ഞങ്ങൾ കൊല്ലത്ത് വന്ന് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ തക്കവണ്ണം ഇടയായി. അത് കഴിഞ്ഞ് ഒരു പരിചയമില്ലാത്ത ആ ഒരു കൊല്ലം ദേശത്ത് എൻ്റെ അമ്മ 2 മക്കളായി, ഞാനും എനിക്ക് ഇളയതൊരു സഹോദരനുമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരെയും വെച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയത്. അമ്മ കാസർഗോഡ് എന്ന സ്ഥലത്ത് ദിനേശ് ബീഡി കമ്പനിയിലൊരു തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും ഞങ്ങളിങ്ങനെ പോകുന്നത്. അപ്പം ഇവിടെ ആ ഒരു തൊഴിൽ ശരിക്കും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ അപ്പനെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം അമ്മയ്ക്ക് വീണ്ടും ആ ജോലി തുടരാൻ തക്കണം വീട്ടിൽ ഇരുന്ന് തന്നെ ആ ഒരു ബീഡിയുടെ ജോലി ചെയ്യുവാൻ തക്കണം ഇടയായി. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തികമായും വളരെ ബുദ്ധിമുട്ടും കഷ്ടതയിലൂടെ കടന്നു പോയപ്പോഴും അമ്മ ഞങ്ങൾക്ക് ഓരോ ദിവസവും ബീഡി ഉണ്ടാക്കി തരും. ഞാനും എൻ്റെ കൊച്ചനുജനെയും കൂടെ കടകളിൽ പോയി അത് കൊടുത്തിട്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട്, തുച്ഛമായ പൈസയേ ഉള്ളൂ, എന്നാലും ആ വരുമാനം കൊണ്ടാണ് എൻ്റെ കുടുംബം ജീവിച്ചു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു അന്നത്തെ ആ ഒരു എൻ്റെ കുഞ്ഞിലെയുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പനില്ലാത്ത കാലം, ഒന്ന് സഹായിക്കാൻ പോലും ആരില്ല. ഞങ്ങളുടെ ഒരു സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറയാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ സഹോദരനായാലും എൻ്റെ അമ്മയ്ക്കായാലും ആ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പം അപ്പനെ ഉപേക്ഷിച്ച് പോയതിന് ശേഷം എൻ്റെ അമ്മ മുന്നോട്ട് ജീവിക്കണ്ട എന്ന് ചിന്തിച്ച്, കാര്യം പരിചയമില്ലാത്ത ദേശം, മുന്നോട്ടുള്ള ജീവിതം എന്തെന്നറിയാൻ വയ്യാതെ വളരെ വിഷമത്തിലായിരുന്നു. അതുകൊണ്ട് അമ്മ ഒരു തീരുമാനം എടുത്തു. 2 മക്കളും അമ്മയും കൂടെ ആത്മഹത്യ ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങളുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചു, അമ്മയുടെ ദേഹത്ത് ഒഴിച്ചു മരിക്കാനായിട്ട് എല്ലാ സജ്ജീകരണം ചെയ്ത് വച്ചിരുന്ന സമയത്ത് അച്ഛൻ്റെ ഒരു അകന്നൊരു ബന്ധു വീട്ടിൽ വരുവാനിടയായി. ആ ഒരു സമയത്ത് വന്ന പുള്ളിക്കാരൻ ഇത് കാണുകയും നിങ്ങൾ മരിക്കേണ്ട കാര്യമില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ചെയ്തു തരാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരുടെ ആ ഒരു വാക്കുകൊണ്ട് അമ്മ ആത്മഹത്യയിൽ നിന്ന് പിന്മാറി. അങ്ങനെ കുട്ടിക്കാലം എന്ന് വെച്ചാൽ സ്കൂൾ ജീവിതമൊക്കെ വളരെ വിഷമത്തിലായിരുന്നു. കാര്യം സ്കൂളിൽ പഠിക്കാൻ പോലും സാമ്പത്തികമില്ലാതെ വളരെയധികം ഭാരപ്പെട്ട ഒരു കാലം. പക്ഷേ അന്നൊക്കെയെന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ ആരും എന്താ പറയുക, സ്കൂൾ ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഇല്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ പഠിച്ചു, 10ാം ക്ലാസ് വരെ പഠിച്ചു. ആ സമയത്തും എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. കൂട്ടുകാരി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ഓപ്പണായിട്ട് പറയാനായിട്ട് ഒരു വ്യക്തി അന്നും ഇന്നും ഇല്ലായിരുന്നു. അപ്പം മനുഷ്യനായിട്ട് ഒരു കൂട്ടുകാരെന്ന് പറയാൻ എനിക്കില്ല. എന്നാലും ആ സമയത്തൊരു കുട്ടി, ഒരു ക്രിസ്ത്യൻ കുട്ടി, അവൾക്കെന്ന് വെച്ചാൽ ഒരു 5 ചേച്ചിമാരുണ്ട്. അപ്പോൾ ഇളയ കുട്ടിയാണ് ഇവൾ. അപ്പോൾ അവൾ എന്നോട് ഒരിക്കൽ പറയാനിടയായി, എനിക്ക് മൂത്ത 2 പേരും കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന്. അത് ചേരാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ 5 പെൺകുട്ടികളായതുകൊണ്ട് അപ്പന് ഇവരെ പോറ്റുവാനുള്ള ആ വകയില്ലാത്തത് കൊണ്ട് അവരെ കന്യാസ്ത്രീ മഠത്തിൽ ചേർക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് അവൾ പറയുകയാണ്, എന്നെയും എൻ്റെ അപ്പൻ ഇനി കന്യാസ്ത്രീ മഠത്തിൽ ചേർക്കുമായിരിക്കുന്നു. അപ്പോൾ എനിക്ക് അന്ന് പക്ഷേ കന്യാസ്ത്രീ മഠം ജീവിതം എന്തോന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, അടി അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല,
നിൻ്റെ അച്ഛന് അങ്ങനെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവൾ ധൈര്യപ്പെടുത്തി. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ജീവിതം അവിടെ വെച്ച് തീർന്നു. അപ്പോൾ ഈ 10ാം ക്ലാസ് ജീവിതം വരെയും എനിക്ക് ഒരു കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പല ബിംബങ്ങളുടെ അടുത്ത് പോയി എൻ്റെ വീട്ടിലെ അവസ്ഥകൾ, അതായത് വളരെ മാനസികമായും വളരെ നിന്നയും പരിഹാസത്തിലൂടെ ഞങ്ങളുടെ കുടുംബജീവിതം കടന്നുപോയപ്പോഴും ശരിക്കും ഒരു കുഷ്ഠരോഗിയെ വേർതിരിച്ചിരിക്കും പോലെ എന്നെയും കുടുംബത്തെയും ആ ദേശവും എല്ലാം അവിടുത്തെ ജനമെല്ലാം വേർതിരിച്ച് കാണുവാനിടയായി. എന്നാൽ പോലും ആ സമയത്ത് ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അന്ന് എൻ്റെ ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നിന്നെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ നിന്നെ ഞാൻ കണ്ടിരിക്കുന്നെന്ന്. അതുപോലെ തന്നെ ആ സമയങ്ങളിലും ദൈവത്തിൻ്റെ വലിയ കരുണ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അന്ന് എൻ്റെ അവസ്ഥകൾ പറയാൻ ആ ബിംബത്തെ ആശ്രയിച്ചു. അപ്പം പലരും പറയും ഒറ്റയ്ക്കൊന്നും ആ സ്ഥലങ്ങളിൽ പോയിക്കൂടെ, പ്രത്യേകിച്ച് സ്ത്രീകൾ പോയിക്കൂടുന്നു. പക്ഷേ എനിക്ക് എൻ്റെ വേദനകൾ ഷെയർ ചെയ്യാനായിട്ട് എനിക്കൊരു ആശ്രയം എന്ന് പറയുന്നത് ആ ഒരു പ്രതിമകൾ മാത്രമായിരുന്നു. എന്നാൽ ഞാൻ അവിടെ പോയി എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിൽ പോണത്. എന്നാൽ പോലും ഞാൻ എനിക്ക് അങ്ങനെ അടുത്ത കൂട്ടുകാരികളില്ല. അഥവാ അവരോട് കൂട്ടുകൂടിയാലും എൻ്റെ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യാറില്ല. അത്രയ്ക്കും മാനസികമായ വിഷമത്തിലൂടെ ഞാൻ കടന്നുപോയി. അതിനുശേഷം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം മുന്നോട്ട് പഠിക്കണം ഒത്തിരി താല്പര്യമുണ്ട്. പക്ഷേ എൻ്റെ അമ്മയുടെ ആ ഒരു സാമ്പത്തികം അനുസരിച്ച് എന്നെ പഠിപ്പിക്കാനുള്ള ഒരു ഇതും എൻ്റെ അമ്മയുടെ കയ്യിലില്ല, ഒരു രൂപ പോലും ഇല്ല. അപ്പോൾ ആ സമയത്ത് എനിക്കൊരാഗ്രഹം, കാര്യം എനിക്ക് എൻ്റെ കുഞ്ഞനുജനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കഷ്ടത്തിലൂടെ ഞാൻ കടന്നു വന്നുകൊണ്ട് എൻ്റെ ഭവനത്തിലെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ എനിക്കൊരു ജോലി അത്യാവശ്യമായിരുന്നു. അപ്പം അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 15 വയസ്സേ ഉള്ളെങ്കിലും ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലി നേടണമെന്നും. അങ്ങനെ നഴ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ജോലിയായിരുന്നു. കാര്യം രോഗികളെ പരിചരിക്കുക എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, അന്ന് തൊട്ട് എനിക്ക് രോഗികളോട് അവരുടെ അവസ്ഥകളൊക്കെ എനിക്ക് കാണുമ്പോൾ വളരെ ഞാൻ വിഷമിക്കുന്ന ഒരവസ്ഥ. കുഞ്ഞിലെ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ എനിക്കൊരിക്കലും അത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ കാണുമ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും അലിയുമായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നഴ്സിംഗ് തിരഞ്ഞെടുക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ എൻ്റെ സ്കൂളിലൊക്കെ സാർമാർ പറയാനിടയും +2 കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിലയുണ്ടാവത്തുള്ളൂ, നീ +2 പഠിക്കുന്ന. പക്ഷേ എൻ്റെ വീട്ടിലെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്കത് സാർമാരോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് നഴ്സിങ്ങിന് ചേരുവാനിടയായി. അങ്ങനെ ജനറൽ നഴ്സിങ്ങിന്, ആ കാലത്ത് ജനറൽ നഴ്സിംഗൊക്കെ പ്രൈവറ്റായിട്ട് പഠിക്കാൻ ദൈവം കൃപയാൽ സാധിച്ചു. അന്നും എൻ്റെ അമ്മ ഒരു രൂപ ഇല്ലായിരുന്നെങ്കിലും കടം വാങ്ങിച്ചാണെങ്കിലും പോലും എൻ്റെ ദൈവം അന്ന് എൻ്റെ അമ്മേനെ സഹായിച്ചത് കൊണ്ട് എനിക്ക് ആ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സഹായിച്ചു. ആ സമയത്ത് ഒരു 2 വർഷത്തെ കോഴ്സാണ് ഞാൻ ചെയ്തത്. പ്രൈവറ്റായിട്ട് ഞാൻ ജോലിക്ക് പോയി തുടങ്ങി 1 വർഷം തികയുന്നതിന് മുന്നമേ ഒരു പ്രപ്പോസൽ വന്നു. അങ്ങനെ ആ പ്രപ്പോസലിൽ തന്നെ കാര്യം എൻ്റെ അമ്മയ്ക്ക് ഈ 2 മക്കളെയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതായത് എന്താണ് ഒന്നത് ഹസ്ബൻഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി നിന്നെയും പരിഹാസം അനുഭവിക്കുന്നത് കൊണ്ട് എന്നെ തന്നെ ഭവനത്തിൽ ഒത്തിരി നാൾ വച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊരു വേദനയൊന്നും അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ തീരുമാനിച്ചു, വന്ന പ്രപ്പോസൽ അത് എന്താണെന്നൊന്നും നോക്കിയില്ല, അങ്ങനെ എന്നെ കല്യാണം കഴിച്ച് വിടാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിന് മുന്നേ ഞാൻ തീരുമാനിച്ചിരുന്നതെന്ന് വെച്ചാൽ നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ ഗൾഫിൽ പോയിട്ട് കുറച്ച് സമ്പാദിക്കാം എന്നൊക്കെയായിരുന്നു എൻ്റെ പദ്ധതി. പക്ഷേ അവിടെയും കർത്താവ് അതിനൊന്നും സമ്മതിച്ചില്ല. അപ്പം ഈ വന്ന പ്രപ്പോസൽ അയൽവക്കക്കാരൊക്കെയും പറഞ്ഞു, ഇത് നല്ല ആലോചനയാണ്, ഇത് തന്നെ നടത്താൻ. അങ്ങനെ എല്ലാവരും അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് ഇതെങ്ങനെ നടത്തുമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ നാട്ടുകാരെല്ലാം പറഞ്ഞു ഞങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാം. പക്ഷേ ഹെൽപ്പ് ചെയ്യുന്നത് കടമായിട്ടാണ്. എന്നാൽ പോലും അവരുടെ ആ മനസ്സ്, ഞാനിന്നും നന്ദി പറയുന്നു അവരുടെ മനസ്സിനായി. അങ്ങനെ കുറച്ച് പേര് കൂടി എൻ്റെ കല്യാണത്തിനായിട്ടുള്ള സാമ്പത്തികമൊക്കെ തരുവാനിടയായി. അങ്ങനെ ഞാൻ ഹിന്ദു ആചാരപ്രകാരം കല്യാണം നടത്തുവാൻ തക്കവണ്ണം ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഹസ്ബൻഡ് വർക്ക്ഷോപ്പുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കല്യാണമൊക്കെ നടന്നു. അതിനുശേഷം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കൊച്ചു കുടുംബമാണ്. ഞാനും എൻ്റെ അനിയനും
എൻ്റെ അമ്മയും. അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ശരിക്കും ഞങ്ങളുടെ അവിടെ വഴക്കില്ല, പ്രശ്നങ്ങളില്ല. അത്രയ്ക്കും എന്താ പറയുക, ഇല്ലായ്മയാണെങ്കിലും പട്ടിണിയും കഷ്ടതയാണെങ്കിൽ പോലും ഞങ്ങളെന്നും സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് എൻ്റെ ആ 18-ാം വയസ്സിലാണ് എനിക്ക് ഈ ഒരു പ്രപ്പോസൽ വരുന്നത്. അപ്പം ആ 18 വയസ്സെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും എൻ്റെ കല്യാണത്തെ പറ്റി ഞാൻ സ്വപ്നങ്ങൾ പോലും കാണാൻ എനിക്ക് അതിനുള്ള അർഹതയില്ല. കാരണം എൻ്റെ മെയിനായിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബമായിരുന്നു. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ആ രീതിയിൽ ഞാൻ എന്തായാലും ഗൾഫിൽ പോകണം എന്നുള്ള ആ ഒരു തീരുമാനത്തിലിരുന്നപ്പോഴാണ് ഈ കല്യാണം നടക്കുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് വീട്ടിൽ ഞങ്ങൾ 3 പേരായിരുന്നിടത്ത് ഞാൻ പോയ വീട്ടിലെന്ന് വെച്ചാൽ 5 എൻ്റെ ഹസ്ബൻഡ് ഒരാണും 5 പെണ്ണുങ്ങളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അപ്പം അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ തലമുറകൾ, അങ്ങനെ വലിയൊരു കുടുംബത്തിലാണ് ഞാൻ പോകാനിടയായത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഒത്തിരി പ്രതികൂലങ്ങളുടെ അവസ്ഥകൾ അത് ഏത് കുടുംബത്തിലും ഉണ്ടാകും, ഞാൻ വിശ്വസിക്കുന്നു. പ്രതികൂലങ്ങൾ വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പല മേഖലയുണ്ട്. കാരണം എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല, എൻ്റെ അമ്മ മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത്രയ്ക്ക് അടുപ്പുള്ള ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഈ കുടുംബജീവിതത്തെ പറ്റി എനിക്ക് എങ്ങനെ പഠിപ്പിച്ചു തരണം അതൊന്നും എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾക്ക് അതൊക്കെ ഉപദേശിക്കുവാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ അല്ലെങ്കിൽ കുടുംബജീവിതം എന്തെന്ന് പോലും അറിയാത്ത സമയത്താണ് ഞാനൊരു കുടുംബത്തിൽ ചെന്ന് ചേർന്നത്. അപ്പോൾ പ്രതികൂലങ്ങൾ വന്നപ്പം എനിക്ക് എൻ്റെ അമ്മയോട് ഷെയർ ചെയ്യാൻ കഴിയത്തില്ല. കാരണം അന്നത്തെ കാലത്ത് ഫോണില്ല, വിളിച്ചു പറയാനായിട്ട്. കാണുന്നത് തന്നെ എന്തെങ്കിലും അവരെന്നെ വന്ന് കാണും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കാണുമ്പോൾ മാത്രം ആ ഒരു ഇത്. പക്ഷേ എന്നാൽ പോലും എൻ്റെ അമ്മേനെ കണ്ടാലും എനിക്ക് ഇവിടുത്തെ വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അമ്മ അത്രയ്ക്ക് വിഷമത്തിലാണ്, എന്നെ കെട്ടിച്ച് വിട്ടതിൻ്റെ ഭാരങ്ങളുണ്ട്. അപ്പം ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നു പോയാണ് എനിക്കിങ്ങനെ ഒരു ജീവിതം തന്നെ അമ്മ ഉണ്ടാക്കി തന്നത്. അപ്പോൾ എനിക്കൊന്നും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നതുകൊണ്ട് എനിക്ക് ആരോടും വളരെ ഭാരത്തിലും പ്രയാസത്തിലൂടെ ഞാൻ ആ ഒരു സമയത്ത് കടന്നുപോയി. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇതിനിടയ്ക്ക് എനിക്ക് മൂത്ത ഒരു കുഞ്ഞുണ്ടായി. കുഞ്ഞിന് ഒരു 2 വയസ്സായില്ല, 1 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വലിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും എനിക്കിത് വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് എൻ്റെ മുന്നിൽ എൻ്റെ അമ്മയോട് എനിക്ക് പറയാക്കത്തില്ല. പിന്നെ എൻ്റെ സഹോദരൻ ചെറുതായിരുന്നുകൊണ്ട് അവൻ്റെയോട് പറയാക്കത്തില്ല. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ആത്മഹത്യ ചെയ്യാൻ ഫാനിൽ കയറെല്ലാം കെട്ടി, ഞാൻ ഒരു ബെഡ്ഷീറ്റാണ് കെട്ടി എല്ലാം റെഡിയാക്കി തൂങ്ങാനായിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് വന്നപ്പം എൻ്റെ മൂത്ത കുഞ്ഞൊന്ന് ഉറങ്ങിയായിരുന്നു. പക്ഷേ ആ സമയം ഞാനിങ്ങനെ കഴുത്തിൽ കുരുക്കിട്ട സമയത്ത് കുഞ്ഞുണരുവാൻ തക്കവണ്ണിടയായി. അങ്ങനെ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വിഷയങ്ങൾ വന്നപ്പം രാത്രികാലം ഞാൻ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ എവിടെ പോകണമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കും അന്നും എൻ്റെ മൂത്ത മോൻ മാത്രമാണുള്ളത്. അപ്പോഴന്നും ആ ഒരു സമയം കുറേ നേരം ഞാൻ പുറത്തിരുന്ന് ആലോചിച്ചെങ്കിലും എനിക്ക് മുന്നോട്ട് എവിടെ പോകണമെന്ന് അറിയത്തില്ല. പരിചയമില്ലാത്ത സ്ഥലം കൂടെ ആയതുകൊണ്ട്. പക്ഷെ അന്ന് എൻ്റെ ദൈവം എന്നെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്നും പിന്മാറി. 3ാമത് വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചെങ്കിലും അവിടെയും വേറൊരു സഹോദരി എൻ്റെ റൂമിൽ വന്ന് മുട്ടുവാനും അവിടെ നിന്നും ആത്മഹത്യയിൽ നിന്ന് ഞാൻ പിന്തിരിവാനിടയായി. അങ്ങനെ വിഷയങ്ങൾ പലതും കടന്നു വന്നു. ഈ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു അസുഖം വരുവാനിടയായി. അവർക്ക് ആദ്യം കാലിന് വയ്യാണ്ടായപ്പോഴത്തേക്കും ഷുഗർ കൂടുതലായോണ്ടാണെന്ന് ചിന്തിച്ചിരുന്നു. പക്ഷേ പിന്നീട് ബ്രസ്റ്റിൽ ചെറിയൊരു മുഴ പോലെ കണ്ടു. പക്ഷെ അമ്മ പണ്ടത്തെ ആളായതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാനും ഒന്നിനും അമ്മയ്ക്ക് മടിയായിരുന്നു. നാണക്കേടാണ് കൊണ്ട് കാണിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും നിർബന്ധിച്ചു അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടയായി. അപ്പോൾ എല്ലാ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായി. അപ്പം വളരെ പ്രതിസന്ധിയിലൂടെ ഹസ്ബൻഡെന്ന് വെച്ചാൽ 5 സഹോദരിമാരാണെങ്കിലും ഹസ്ബൻഡ് വളരെ വിഷയത്തിലൂടെയാണ് കടന്നുപോയത്. കാര്യം ഹസ്ബൻഡിൻ്റെ 18-ാം വയസ്സിൽ അപ്പം മരിച്ചു. അപ്പം എല്ലാ പ്രാരാബ്ദങ്ങളും ഹസ്ബൻഡിൻ്റെ തലയിലായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രതിസന്ധിയിലൂടെയാണ് ഹസ്ബൻഡും കടന്നു പോകുന്നത്. അങ്ങനെ ക്യാൻസർ വന്നതുകൊണ്ട് വളരെ സാമ്പത്തികമായി ഒത്തിരി ഞങ്ങൾക്ക് ആവശ്യം വേണ്ടി വന്നു. പക്ഷെ ഞങ്ങളുടെ പലതും ആ ഒരു അമ്മയുടെ ഈ ഒരു അസുഖം വന്നതുകൊണ്ട് ഒത്തിരി സാമ്പത്തികമായും ഞങ്ങൾ ആ ഒരു കടഭാരത്തിലൂടെ കടന്നുപോയി. അപ്പം ശരിക്കും അമ്മയ്ക്ക് ലാസ്റ്റാണ് അറിയുന്നത് ബോൺ ക്യാൻസർ ആണെന്ന്.
അങ്ങനെ അമ്മ ശരിക്കും അവശതയായി, ഒന്നും കഴിക്കത്തില്ല, വെള്ളം പോലും കുടിച്ചിറക്കാൻ വയ്യാതെ ഒറ്റക്കിടപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് ദിവസം, ഏകദേശം ഒരു കുറച്ച് ദിവസങ്ങൾ മാത്രമേ അമ്മയ്ക്ക് ശേഷിപ്പുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ഒരു സിറ്റുവേഷനിലാണ് അമ്മ കിടന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ സഹോദരി ഏതൊരു കുട്ടിയെ പരിചയപ്പെടുവാനും അവളെ യേശുവിനെ കുറിച്ച് പറയുവാനും ഒക്കെ ഇടയായി തീർന്നു. അങ്ങനെ ആ സഹോദരി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് അമ്മയെ കാണുവാനിടയായി. അമ്മേനെ കണ്ടതിന് ശേഷം നമ്മളടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞു. അതിനുശേഷം അവരുടെ ദേവദാസനെ വിളിച്ചുകൊണ്ട് വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അമ്മയ്ക്ക് ആ ദേവദാസൻ വന്ന് പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തു. വെള്ളം കൊടുത്തപ്പോഴത്തേക്കും അമ്മ അത് കുടിച്ചിറക്കാനിടയായി. കുടിച്ചതിന് ശേഷം, ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം അമ്മയ്ക്ക് അല്പാൽപ്പം ജീവൻ ഇങ്ങനെ വച്ച് തുടങ്ങാനിടയായി. അവരെഴുന്നേറ്റിരിക്കാൻ തുടങ്ങി, അല്പാൽപ്പം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, എഴിച്ച് നടക്കാൻ തുടങ്ങി. ഇതൊക്കെ ശരിക്കും ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു. പക്ഷേ ഈ ഒരു ക്യാൻസർ വന്ന സമയത്തും ഞാൻ യേശുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ യേശു ആരാണെന്നോ ആ ദൈവത്തിൻ്റെ മഹത്വം എന്തെന്നോ സ്നേഹം എന്തെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഈ അമ്മയ്ക്കൊരു അതായത് ഈ കിടപ്പ് രോഗി ആവുന്നതിന് മുന്നമേ അമ്മയ്ക്ക് പല എന്തായത് ഓരോ വിശ്വാസങ്ങളുണ്ടല്ലോ, ഇന്നത് ചെയ്താൽ ഇന്നത് നടക്കുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളെ ഒരു ക്ഷേത്രത്തിൽ, ഇവിടുത്തെ തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോയി ഞങ്ങൾ ഒരു ചക്രം പോലത്തെ ഒരു സംഭവം പൂജിച്ച് കൊണ്ടുവരാനായിട്ട് ആരോ പറഞ്ഞതാണ്. അപ്പം അതിലൂടെ സൗഖ്യം ലഭിക്കും എന്നൊരു പ്രതീക്ഷ അമ്മയ്ക്ക് കൊടുത്തതുകൊണ്ട് ഞാനും എൻ്റെ ഇളയ സഹോദരിയും കൂടെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അത് പൂജിച്ച് കൊണ്ടുവന്ന് വച്ചു. അത് വച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് ഒരു വ്യത്യാസവും കാണാനിടയായില്ല. പക്ഷെ അമ്മ അതിനുശേഷം പൂർണ്ണമായും കിടപ്പിലായ ഒരവസ്ഥയായിരുന്നു. അപ്പം എനിക്ക് പക്ഷേ ഈ ഹൈന്ദവ മാർഗത്തിലുള്ള ആ ഒരു വിശ്വാസം അല്ലാതെ എനിക്ക് ഞാൻ വേറൊന്നിലും പോയിട്ടില്ല ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എന്നെ അവിടെ വെട്ടുകാടോ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പക്ഷെ അമ്പലത്തിലൊന്നും എന്നെ കൊണ്ടുപോയിട്ടില്ല പുള്ളിക്കാരെ. എന്നെ വെട്ടുകാടൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ അമ്മയ്ക്ക് കുറച്ച് സൗഖ്യം വന്നപ്പോൾ ഞങ്ങളുടെ ആ ദേവദാസൻ പറഞ്ഞു, നിങ്ങൾ ചർച്ചിൽ വരണം, ചർച്ചിൽ വന്ന് യേശുവിനെ ആരാധിക്കുമ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം നിങ്ങളുടെ അമ്മയ്ക്ക് ലഭിക്കുന്നു. അപ്പം ഞങ്ങളങ്ങനെ ശരിക്കും അമ്മയ്ക്ക് അവിടെ സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനും എൻ്റെ സഹോദരിയും കൂടെ ഞങ്ങൾ ശരിക്കും കൂട്ടിന് പോയതാണ്. അങ്ങനെ കൂട്ടിന് പോയി ഞാൻ ശരിക്കും കർത്താവിൻ്റെ ആ സ്നേഹം എന്തെന്ന് രുചിച്ചറിയാൻ തക്കാണ് ഇടയായി. അങ്ങനെ അമ്മ മുഖാന്തരം കർത്താവ് ഒരുക്കിയ വലിയൊരു വഴിത്തിരിവാണ് എൻ്റെ ജീവിതത്തിൽ. യേശുവിനെ അറിയാനുള്ള വലിയൊരു വഴിത്തിരിവാണ് എൻ്റെ അമ്മ, ഹസ്ബൻഡിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ ഞാൻ ആയിത്തീർന്നപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി ശരിക്കും നമുക്ക് എല്ലാവർക്കും, സ്ത്രീകൾക്ക് പൊതുവെ നമുക്ക് ഏത് കാര്യവും ഭർത്താവിനോട് ആയാലും നമ്മുടെ മാതാവിനോടും കൂടപ്പിറപ്പുകളുടെ മക്കളോടും ഏത് കാര്യം പറയുന്നതിന് നമുക്കൊരു പരിധിയുണ്ട്. പക്ഷേ നമ്മുടെ യേശുവിനോട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമുക്ക് വിഷയങ്ങൾ പറയാൻ പറ്റും. അങ്ങനെ ഞാൻ കർത്താവിനോട് ഒരുപാട് അടുക്കുവാനായിട്ടിടയായി. കർത്താവിൻ്റെ സ്നേഹം എന്തെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ലോകത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ യേശു എന്നെ സ്നേഹിപ്പാനിടയായി. ഒത്തിരി ഞാൻ ചെറുതിലേക്ക് ഞാൻ ഒരു ഡ്രസ്സിന് പോലും ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. കാര്യം ശരിക്കും പറഞ്ഞില്ലേ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ ജീവിതം. പക്ഷെ ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് ദൈവം എന്തൊക്കെ തന്നെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അതുപോലെ എന്നെ ദൈവം അനുഗ്രഹിച്ചു. ഒരപ്പനില്ലാത്ത സ്ഥാനത്ത് എൻ്റെ കൊച്ചിലേക്ക് ഞാൻ അപ്പനില്ലാത്തതുകൊണ്ട് എൻ്റെ കൂട്ടുകാരികളൊക്കെ അപ്പനെ പറ്റി പറയുമ്പോൾ ഞാൻ കരഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്ക് അപ്പനെ പറ്റി പറയാനൊന്നുമില്ല. കാരണം എൻ്റെ ചെറുതിൽ ഉപേക്ഷിച്ചതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് ഞാൻ സ്നേഹം അനുഭവിച്ചു. ഇതിനിടയ്ക്ക് എൻ്റെ സഹോദരൻ അപ്പനില്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ വളരെ വഴിവിട്ട ജീവിതം നയിപ്പിടയായി. ഒത്തിരി കൂട്ടുകെട്ടും. അങ്ങനെ അവൻ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല. അവ അടിപിടി കേസ്, അവിടെ ഉത്സവം നടക്കുമ്പം അവിടെയൊക്കെ പോയി കൂട്ടുകാരോട് ചേർന്ന് അടിപിടി ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ലാതായി. അപ്പം ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം എൻ്റെ സഹോദരൻ ഈ വിഷയങ്ങളൊക്കെ ഒത്തിരി വലുതായിട്ട് വന്നു. അവൻ ആ കൊല്ലം ദേശത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം അവൻ്റെ കൂട്ടുകാരാണ് തെറ്റ് ചെയ്യുന്നെങ്കിൽ പോലും ഇവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകണം ആ ഒരു അവസ്ഥ വന്നു. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം. അതുപോലെ തന്നെ
ആ ഒരു സമയത്ത് അവന് അവിടെ നിൽക്കാൻ പറ്റാതെ ഇപ്പം എൻ്റെ അമ്മ പറഞ്ഞു, അവൻ്റെ ഇങ്ങനൊരു സിറ്റുവേഷനാണ്, നീ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പം പറഞ്ഞു, എങ്കിൽ അവൻ കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന്. അങ്ങനെ ഞങ്ങളുടെ ദേവദാസന ഈ എൻ്റെ സഹോദരൻ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ദേവദാസ മുഖാന്തരം അവന് കുറേ ഉപദേശങ്ങൾ കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അവൻ്റെ മനസ്സൊക്കെ ഒത്തിരി മാറി. ഇതിനിടയ്ക്ക് ഇവന് കേസിനായിട്ട് കോടതിയിൽ പോകേണ്ടിയും അങ്ങനെ പോലീസ് അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി ഞങ്ങൾ ഭാരത്തിലായിരുന്നെങ്കിൽ പോലും കർത്താവ് അവനെയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചു. ആ ദേവദാസ മുഖാന്തരം അവന് ബൈബിൾ കോളേജിൽ പഠിക്കുവാനും അങ്ങനെ ഇതിനിടയ്ക്കും ആ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോലും ഇവന് കോടതിയിൽ വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും ആ സമയത്ത് കർത്താവ് അവന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ എൻ്റെ സഹോദരന് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലമായി ഇവൻ ആ കേസിൽ നിന്ന് എന്നേക്കുമായി ദൈവം മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ വലിയൊരു അനർത്ഥത്തിൽ നിന്ന് എൻ്റെ സഹോദരനെ വിടുവിക്കാൻ തക്കവണ്ണം, അവൻ ശരിക്കും ജയിലിലൊക്കെ കഴിയേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്ന് എൻ്റെ കർത്താവ് അവനെ സ്നേഹിച്ചതുകൊണ്ട് ഇന്ന് അവൻ ദൈവത്തിനെ അറിയുവാനിടയായി. അവന് കുടുംബമായി ഇന്ന് സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം വഴിയൊരുക്കിയെന്ന് തന്നെ പറയാം. ഇന്ന് അവൻ ഇസ്രായേലിൻ്റെ ദേശത്തായിരിക്കുന്നു. അങ്ങനെ ഞാനും എൻ്റെ സഹോദരനും രക്ഷിക്കപ്പെട്ടതിന് ശേഷം എൻ്റെ മാതാവിന് കർത്താവ് എന്നുവെച്ചാൽ ഞങ്ങളുടെ ആ വിശ്വാസം കണ്ടുകൊണ്ട് എൻ്റെ മാതാവും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ഹൈന്ദവ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ പോലും ഞങ്ങൾ അമ്പലത്തിൽ പോക്ക് എല്ലാം ചുരുക്കമായിരുന്നു. കാര്യം ഞങ്ങൾക്ക് എന്താ പറയുക, ആരുമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന പുറം ലോകമായിട്ട് ആരുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് അന്ന് വളരെ പ്രയാസമായിരുന്നു. അപ്പം എൻ്റെ മാതാവാണെങ്കിലും അങ്ങനെ അമ്പലത്തിൽ പോക്ക് അങ്ങനത്തെ കാര്യങ്ങളില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ മാതാവിനും ആ ഒരു വിശ്വാസം വന്നപ്പോഴത്തേക്കും ഞങ്ങൾ കർത്താവിൻ്റെ കൃപയാൽ ഞങ്ങൾ 3 പേരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു ചെയ്തു പറയാം. അങ്ങനെ എനിക്ക് ദൈവം ദാനമായി 2 തലമുറകളെ തന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഒരു യോഗ്യതയും എനിക്ക് പറയുവാനില്ല. കാരണം എന്നെക്കാൾ യോഗ്യതയുള്ളവർ ഇന്നും തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇന്ന് എനിക്ക് തന്ന 2 തലമുറയെ ഓർത്ത് ഞാൻ യേശുവിനെ സ്തുതിക്കുന്നു. അപ്പം കർത്താവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ഒത്തിരി വരും. പക്ഷെ നമുക്ക് ആരോടത് പറയുവാൻ കഴിയത്തില്ലായിരിക്കും. പക്ഷേ യേശുവിനോട് നമുക്ക് എപ്പോഴും ഏത് രാത്രിയിൽ പോയും ദൈവസന്നിധിയിൽ നമ്മൾ കണ്ണുനീരോടെ നമ്മുടെ ഹൃദയത്തിൻ്റെ നുറുക്കത്തോടെ പറയുമ്പോൾ നമ്മുടെ യേശു അതെല്ലാം കേൾക്കുകയും നമുക്ക് വേണ്ടുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ചെയ്തു തരുന്ന വലിയൊരു ദൈവമാണ് യേശു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ഈ അനുഭവിച്ച ഈ ഒരു കർത്താവിൻ്റെ ആ ഒരു സ്നേഹം ഈ ഭൂമിയിൽ എല്ലാവരും അറിയണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന സുവിശേഷ പ്രവർത്തനമായി ഞാൻ ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. പരസ്യയോഗത്തിനായാലും ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ കൃപയിൽ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ ഒത്തിരി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് യേശു എന്ന് പറയുന്ന ഒരു ദൈവം, ആ ഒരു ദൈവമേ ഇന്ന് ഭൂമിയിൽ ജീവനോടെയുള്ള ദൈവമുള്ളൂ. എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വലിയൊരു ആഗ്രഹവും അഭിപ്രായവും. അപ്പം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു വന്ന് നമ്മളെ വചനം പഠിപ്പിക്കുമ്പോൾ ആ ഒരു കർത്താവിൻ്റെ വരവിനായി നമ്മളെല്ലാം ഒരുക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കിന്നും. എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണം. ദൈവം അതിനെ എല്ലാവരും സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രാർത്ഥന അതാണ്. ദൈവം ഇത്രത്തോളം നടത്തിയതിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ കുടുംബത്തിന് ദൈവം കർത്താവ് ചെയ്യുന്ന ഓരോ ഉപകാരത്തിനും ഞാൻ എത്ര സ്തുതിച്ചാലും ഇന്നും എനിക്ക് മതിയാവത്തില്ല. ഇന്ന് എൻ്റെ എല്ലാ പ്രതികൂലങ്ങളും ഞാൻ ആരോടും ഷെയർ ചെയ്യത്തില്ല. പക്ഷേ എനിക്കൊരു പ്രയാസം വന്നാൽ ഞാൻ യേശുവിൻ്റെ അടുത്ത് ചെന്ന് കരഞ്ഞ് പറയുമ്പോൾ എനിക്ക് വളരെ സമാധാനം അനുഭവിക്കുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ഈ സ്നേഹം ലോകത്തിലെല്ലാവരും അറിയുവാൻ തക്കവണ്ണം ഇടയാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ഗീത കടന്നുപോയ പ്രതിസന്ധികൾ നിരവധിയായിരുന്നു. നിരാശയിൽ മുങ്ങിത്താണുപോയ മനസ്സിനെ ദൈവകൃപയാൽ അതിജീവിക്കാൻ സാധിച്ചത് പ്രാർത്ഥനയിലൂടെ മാത്രം സംഭവിച്ചതാണെന്ന് ഗീത സാക്ഷ്യപ്പെടുത്തുന്നു. ഗീതയുടെ ജീവിത അനുഭവങ്ങൾ നമുക്കും ഒരു പ്രേരക ശക്തിയാണ്.